സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് കേരളം. അടിയന്തരമായി 800 കോടി രൂപ കടമെടുക്കും. പ്രത്യേക ലേലം അടുത്ത ചൊവ്വാഴ്ച നടക്കും. സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകില്ലെന്ന പമ്പുടമകൾ പറഞ്ഞു. ഡീസൽ അടിച്ച വകയിൽ പമ്പുകൾക്ക് നൽകാനുള്ളത് 1 കൊല്ലത്തെ കുടിശ്ശികയാണ്. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ പലയിടങ്ങളിലും രാത്രികാല പെട്രോളിംഗ് പോലീസ് നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണ്. നവകേരള സദസ്സിനായി ഓടിയ വകയിൽ നൽകാനുള്ളത് ലക്ഷങ്ങളാണ്. ഈ സ്ഥിതി സംസ്ഥാനത്തെ കേസന്വേഷണ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പരാതി. എന്നാൽ സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായുള്ള ഫണ്ടിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് വരാനിരിക്കുന്ന ബജറ്റിൽ മൊത്തം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട്. നികുതി വരുമാനം, കടമെടുപ്പും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് വിവിധ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 2023-2024 ബജറ്റിലെ മൊത്ത വിഹിതത്തിൽ 30,370 കോടി രൂപ സംസ്ഥാന പദ്ധതിക്ക് കീഴിലും 8,259.19 കോടി രൂപ CSSും NCDCയും ചേർന്ന് വകയിരുത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന പദ്ധതി പ്രകാരം 30,370 കോടി രൂപയിൽ 23,000 കോടി രൂപ മാത്രമാണ് സർക്കാരിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. കേന്ദ്ര സഹായം കുറഞ്ഞതും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.